പാർട്ടിയും രാഷ്ട്രീയം എന്തെന്നറിയാത്ത കൊച്ചുകുട്ടികൾക്ക് പോലും VS എന്ന രണ്ടക്ഷരം ആവേശമായിരുന്നു. VS അച്യുതാനന്ദൻ എന്ന മലയാളക്കരയുടെ വിപ്ലവ സൂര്യൻ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ചുവപ്പിന്റെ കരുത്തും സമരത്തിന്റെ യൗവനവുമായി നിറഞ്ഞു നിന്ന വിപ്ലവത്തിന്റെ ഒരു നൂറ്റാണ്ടിനാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. തലമുറകളെ സ്വാധീനിച്ച ആ ഒരു ജീവിതത്തിന്റെ ഓരോ ഏടും പല വിധത്തിലുള്ള ചർച്ചകൾക്കും വിധേയമായിട്ടുണ്ട്. അതിൽ ഏറ്റവും രസകരവും എന്നാൽ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതുമായ ഒരു ഏടാണ് VS നിരീശ്വരവാദിയായിട്ടുള്ള സംഭവം. 16 വയസ്സുവരെ കടുത്ത ദൈവവിശ്വാസിയായിരുന്നു VS. പിന്നീട് നിരീശ്വരവാദിയാകുകയായിരുന്നു. ഇതിനു പിന്നില് ഒരു കഥയുണ്ട്. അച്യുതാനന്ദൻ 4 വയസ്സുള്ളപ്പോഴാണ് അമ്മയ്ക്ക് വസൂരി വന്നത്. അത്യാസന്ന നിലയിൽ അകലെയുള്ള ഓലക്കുരയിൽ കിടക്കുകയാണ് അമ്മ. അവർക്ക് അവസാനമായിട്ട് മക്കളെ കാണണം. മക്കളെ അവിടെ എത്തിച്ചു. ഓലക്കീറിന്റെ പഴുതിലൂടെ ആ അമ്മ മക്കളെ കണ്ണീരോടെ കണ്ടു. കാര്യം എന്തെന്നും അറിയില്ലെങ്കിൽ പോലും മക്കൾ കരഞ്ഞു. അമ്മ തങ്ങളെ കൈകാട്ടി വിളിക്കുന്നത് ആ 4 വയസ്സുകാരൻ കണ്ടു. അങ്ങോട്ട് കുതിക്കാനും ശ്രമിച്ചു. മറ്റുള്ളവർ പിടിച്ചു നിർത്തി. കരഞ്ഞു തളർന്ന് തിരിഞ്ഞു നോക്കി ആ കുട്ടി നടന്നു. മക്കൾ മറിഞ്ഞതും ആ അമ്മയുടെ മിഴികൾ എന്നേക്കുമായി അടഞ്ഞു. VSന് 16 വയസ്സുള്ളപ്പോൾ അച്ഛനും കടുത്ത രോഗം വന്ന് മരിച്ചു. അന്നത്തോടെ VS നിരീശ്വരവാദിയായി മാറി. ഈ സംഭവത്തെക്കുറിച്ച് ഒരിക്കൽ VS പറഞ്ഞതിങ്ങനെ: അച്ഛനും അമ്മയും സഹോദരങ്ങൾ അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേതും. അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് മാരക അസുഖമായ വസൂരി പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു ഓലപ്പുര കെട്ടി രോഗിയെ അതിനകത്താകും. ആരെങ്കിലും ഭക്ഷണമോ വെള്ളമോ മരുന്നോ കൊണ്ടുകൊടുത്താലായി. പലപ്പോഴും രോഗിയുടെ വേദന കൊണ്ടുള്ള ആ നിലവിളി ദൂരെ നിന്ന് കേൾക്കാമായിരുന്നു. ദുരിതത്തിൽ അവസാനം മരിച്ചാൽ പുരയടക്കം കത്തിച്ചു കളയുകയും ചെയ്യും. എന്റെ അമ്മയെ പാടത്തെ ഒരു പുരയിലാക്കി. ഞാനന്ന് നന്നേ ചെറുപ്പം. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അച്ഛൻ പാടത്തെ വരമ്പത്ത് കൊണ്ടുപോകും. ദൂരെ ഒരു ഓലപ്പുര ചൂണ്ടിക്കാണിച്ച് അമ്മ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. നോക്കിയാൽ പുര മാത്രം കാണാം. അമ്മ ഒരു പക്ഷേ ഓലപ്പഴുതിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാതെ അച്ഛനോടൊപ്പം തിരിച്ചു പോരും. അമ്മയുടെ അസുഖം മാറുവാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും അന്ന് അറിയുമായിരുന്നില്ല. പിന്നീട് എപ്പോഴോ അമ്മ പോയി എന്നറിഞ്ഞു. അച്ഛൻ മാത്രമായിരുന്നു പിന്നെ ഏക ആശ്രയം. അച്ഛൻ അമ്മയില്ലാത്ത കുറവ് കാണിക്കാതെ ഞങ്ങളെ നോക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ജ്വരം പിടിപെട്ട് അച്ഛനും മരണക്കിടക്കയിലായി. പേടിച്ചു വിറച്ച് ഉറക്കം വരാതെ ചുരുണ്ടു കിടന്ന് രാത്രി മുഴുവനും അച്ഛനെയിൽ തിരികെ തരണേ എന്ന് അറിയാവുന്ന ദൈവങ്ങളൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കും. പക്ഷേ കുരുന്നുകളായ ഞങ്ങളെ തനിച്ചാക്കി അച്ഛനും പോയി. അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കണ്ട എന്ന് തോന്നി. അതോടെ എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു ദൈവത്തിനെയും വിളിച്ചതുമില്ല. വലുതായപ്പോൾ ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് പ്രാർത്ഥനയിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായത്.